ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്നേ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്ത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈരും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പകുതി നാരങ്ങയുടെ നീരും പിന്നെ പട്ടയും 3 കരയാമ്പൂവ്, ഒരു 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം തക്കോലവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൈ കൊണ്ട് നല്ല പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇങ്ങനെ എല്ലാതും തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനി 1 മണിക്കൂർ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. കണ്ടില്ലേ, ഇതിനിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഒരു 2-3 വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ 3 സവാള ചെറുതാക്കി അരിഞ്ഞതും 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 6 പച്ചമുളകും 1 തുടം വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം നമ്മളുടെ മട്ടൻ ഇവിടെ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് നല്ല പോലെ തന്നെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും ആയി വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 4 സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം. ഇത് നമുക്ക് ചോറിലേക്കും പിന്നെ നമ്മളുടെ കറിയിലേക്കും ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. നമ്മുടെ സവാള ഒരുവിധം നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സവാളയും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അതും ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ സവാള പൊരിച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചില്ലേ നമ്മൾ 3 സവാള, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം മട്ടൻ വേവിച്ചപ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി അത് നല്ല പോലെ ഒന്ന് ഈ ഒരു കളറിലേക്ക് വാടി വരണം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയും ഇവിടെ നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഒട്ടും പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ തൈരൊക്കെ നല്ല പോലെ തന്നെ വറ്റി നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 വിസിൽ വരുത്തിയ
മട്ടൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പകുതി മാത്രമേ ഇത് വെന്ത് വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഞാനതൊന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടി വറ്റി വരാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച സവാളയില്ലേ അതിൻ്റെ പകുതി ഞാൻ ചോറിലേക്കും പകുതി ഇങ്ങോട്ട് ഇതിലേക്ക് ഈ കറിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ സവാള നമുക്ക് ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിടുത്തം പുതിനയിലയും 2 പിടുത്തം മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ മസാലയുടെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ എനിക്ക് പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും അടച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് 1 കിലോ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരി വേവിക്കാനുള്ള ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ടയും കുരുമുളക്, കരയാമ്പൂവ്, ഏലക്കായ, പിന്നെ തക്കോലം, 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ സജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പകുതി ചെറുനാരങ്ങയും പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ച് മൂടി വെക്കാം, ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മളുടെ മട്ടൻ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ ഞാനത് അടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം നല്ല പോലെ തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച അരി ഉണ്ടല്ലോ, കഴുകി അതിലെ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മളുടെ ചോറ് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോറൊക്കെ വെന്ത് ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വറുത്തെടുത്തില്ലേ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മട്ടൻ മസാല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് വേവിച്ച ആ പാത്രമില്ലേ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ മട്ടൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുത്ത് നമ്മൾ ബാക്കിയുള്ള മട്ടൻ മസാല ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ പരത്തിയതിന് ശേഷം ബാക്കിയുള്ള ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ സവാള പൊരിച്ച എണ്ണയിലെ അതിലേക്ക് കുറച്ച് മഞ്ഞ കളർ ഇട്ട് കൊടുത്ത് അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചതും ഇട്ട് കൊടുത്ത് ഇനി നമുക്കതൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മസാല ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയണില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയാണ്. എന്നിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.